ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതി. ഭരണസമിതി അംഗങ്ങളും പ്രതിപട്ടികയിൽ വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി. SIT സമർപ്പിച്ച കുറ്റപത്രത്തിൽ സ്വർണ്ണ വ്യാപാരി പങ്കജ് ഭണ്ഡാരിയും തന്ത്രി കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രതികൾ. തന്നെ പ്രതിയാക്കിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ ശ്രമിച്ചു. പീഠം കൈവശമുണ്ടായിട്ടും ശബരിമല എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന് കള്ളം പറഞ്ഞതിൽ ഗൂഢാലോചനയുണ്ടെന്നും PS പ്രശാന്ത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കയ്യാങ്കളി. കൗൺസിൽ യോഗത്തിന് ശേഷം BJP UDF അംഗങ്ങൾ ഏറ്റുമുട്ടി. മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടാൻ കോൺഗ്രസ് അംഗങ്ങളെ BJP കൗൺസിലർമാർ അനുവദിച്ചില്ലെന്നും വനിതാ അംഗങ്ങളെ കയ്യേറ്റം ചെയ്തെന്നും പരാതി. BJP കൗൺസിലറുടെ ഷർട്ട് വലിച്ചു കീറിയെന്നും ആരോപണം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. 22 ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാത്തതെന്തെന്ന് അന്വേഷണ സംഘത്തോട് കോടതി ചോദിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചില്ലെങ്കിൽ നടപടിയെടുക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. മാസപ്പടി കേസിൽ CMRLMD ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തയെ ED ചോദ്യം ചെയ്യുന്നു. ഇത് 2ാം തവണയാണ് ശരണസ് കർത്തയെ ചോദ്യം ചെയ്യുന്നത്. കേസിൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ശരൺ കർത്തയെ വിളിപ്പിച്ചത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട 16 ലക്ഷം സ്ത്രീകളോട് UDF സർക്കാർ ക്രൂരത കാട്ടുന്നുവെന്ന് പ്രതിപക്ഷം. പാവപ്പെട്ട സ്ത്രീകളോട് വീറും വാശിയും കാട്ടുന്നതെന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സ്ത്രീകളെ പറ്റിക്കാനായി LDF സർക്കാർ നടപ്പാക്കിയ പദ്ധതിയെന്ന് മുഖ്യമന്ത്രി. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഊരാളുങ്കൽ കമ്പനിയുടെ കാര്യത്തിൽ U-ടേൺ അടിച്ച് UDF സർക്കാർ. ഊരാളുങ്കൽ സൊസൈറ്റി ഗുണനിലവാരത്തോടെ പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്നും ക്രമവിരുദ്ധ കരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നിയമസഭയിൽ മറുപടി നൽകി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും 60 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. അരുണാചൽ പ്രദേശിലും അസമിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. അരുണാചൽ പ്രദേശിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവരുടെ എണ്ണം 9 അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ അന്വേഷണം സംഘപരിവാർ നേതാക്കളിലേക്ക്. BHP നേതാവ് ചമ്പത് റായിയെ ചോദ്യം ചെയ്തു. തട്ടിപ്പിനെക്കുറിച്ച് 3 മാസം മുമ്പ് ട്രസ്റ്റിനെ അറിയിച്ചിരുന്നു എന്ന് SBI. ട്രസ്റ്റ് ഉടൻ പുനഃസംഘടിപ്പിക്കും. അയോധ്യ ക്ഷേത്രത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. വിഷയത്തിൽ അടിയന്തര പ്രാധാന്യം എന്തെന്നും കോടതി ചോദിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.